ഒരു മിറാക്കിളാണ് സംഭവിച്ചിരിക്കുന്നത്. കാര്യമായ പരിക്കുകളില്ലാതെ ജീവനോടെ ഒരാൾ ഈ ദുരന്തത്തെ അതിജീവിച്ചിരിക്കുന്നു. അദ്ദേഹം തന്നെ എങ്ങനെ അപകടം ഉണ്ടായി എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് അനൂപിന് കൂട്ടിച്ചേർക്കാനുള്ളത്? വിമാനം പറന്നുയർന്ന് 30 സെക്കൻഡിൽ തന്നെ വലിയൊരു ശബ്ദം കേട്ടു. പിന്നെ എന്താണ് സംഭവിച്ചത് എന്നറിയില്ല. ഞാൻ താഴെ വീണ് കിടക്കുകയായിരുന്നു. ചുറ്റിലും മൃതദേഹങ്ങളായിരുന്നു. പെട്ടെന്ന് എണീറ്റോടി ആരോ എന്നെ ആംബുലൻസിലേക്ക് മാറ്റി. ഇത്രയുമാണ് രമേശ് കുമാർ ബിശ്വാസ് ഈ രക്ഷപ്പെട്ടതിന് ശേഷം കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സഹോദരനോടൊപ്പം ലണ്ടനിലേക്ക് മടങ്ങുകയായിരുന്നു. കഴിഞ്ഞ 20 വർഷമായി ലണ്ടനിലാണ് അദ്ദേഹം താമസം. പക്ഷേ പെട്ടെന്ന് ഇത് സംഭവിച്ചു. അദ്ദേഹം മാത്രം രക്ഷപ്പെട്ടു. ബാക്കി എല്ലാവരും മരണപ്പെട്ടു എന്നാണ് ഗുജറാത്തിലെ ജില്ലാ പോലീസ് മേധാവിയുമായി ബന്ധപ്പെട്ട ആളുകൾ, ആ ഓഫീസുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. 241 പേർ മാത്രമാകില്ല. വലിയ വിഷമമുള്ള കാര്യം, ഈ വിമാനം തകർന്നു വീണത് നേരത്തെയൊക്കെ സൂചിപ്പിച്ച പോലെ മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റൽ മെസ്സിന് മുകളിലേക്കായിരുന്നു. അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഏതാണ്ട് 60-ലധികം ആളുകൾ, അതിൽ 60 പേർക്ക് പരിക്ക് പറ്റിയെന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. 5 പേർ ICUവിലോ വെന്റിലേറ്ററിലോ ആയി ചികിത്സയിലുണ്ട്. ഒരു ഡോക്ടറുടെ ഭാര്യ മരണപ്പെട്ടു. ബാക്കി 55 പേരുടെ നില ഗുരുതരമല്ല, എങ്കിലും 5 പേരെ കാണാനില്ല എന്നുകൂടി പറയുന്നുണ്ട്. എന്തായാലും അതീവ ഗുരുതരമായ ഒരു സ്ഥിതി. നമ്മുടെ രാജ്യം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിലൊന്ന്. ഇപ്പോൾ വ്യോമയാന മന്ത്രി ഈ സംഭവ സ്ഥലത്തുണ്ട്. അതിൻ്റെ കൂടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര മന്ത്രി സംഭവ സ്ഥലത്തേക്ക് തിരിക്കുന്നു. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള രാജ്യത്തിൻ്റെ നേതാക്കളെല്ലാം, രാജ്യത്തിന് പുറത്തുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെ രാഷ്ട്രീയ നേതാക്കളെല്ലാം അനുശോചനം രേഖപ്പെടുത്തുന്നു. നമ്മൾ മഹാദുരന്തത്തെ അതിജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഒരു മനുഷ്യൻ ജീവനോടെ എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ ബാക്കിയായി നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. അഭിലാഷ്, ഒപ്പം അനൂപ്, രാജ്യം കണ്ടിട്ടുള്ള വിമാന അപകടങ്ങളുടെ ചരിത്രത്തിലെ വലിയ അപകടങ്ങളിൽ ഒന്ന് കരിപ്പൂർ വിമാന ദുരന്തത്തിന് ശേഷം രാജ്യത്ത് സംഭവിക്കുന്ന ഏറ്റവും വലിയ വിമാന ദുരന്തം എന്ന് മാത്രമല്ല, ഇപ്പോൾ ഡ്രീം ലൈനർ വിമാനം, ബോയിങ്ങിൻ്റെ ഡ്രീം ലൈനർ വിമാനം ഇതുപോലൊരു അപകടത്തിൽപ്പെട്ട ചരിത്രമേ ഇല്ല. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിമാനം, ഏറ്റവും മികച്ച സുരക്ഷാ സംവിധാനങ്ങളുള്ള വിമാനം, ഭൂഖണ്ഡാന്തര സർവീസ് നടത്തുന്ന വിമാനം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റ്, 8200 മണിക്കൂർ ഫ്ലൈ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റ് പറത്തിയ വിമാനം. ഈ വിമാനം 23-ാം നമ്പർ റൺവേയിൽ നിന്ന് പുറപ്പെട്ട് 1 മിനിറ്റ് പോലും തികയുന്നതിന് മുമ്പ് തകർന്നു വീണു എന്നുള്ളത് അവിശ്വസനീയമായ ഒന്നാണ്. ഇതേക്കുറിച്ച് എങ്ങനെ ഇത് സംഭവിച്ചു, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് നമുക്കറിയാം. പൂർണ്ണമായ അന്വേഷണം കഴിഞ്ഞാൽ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. എങ്കിൽ പോലും ഏവിയേഷൻ രംഗത്തെ വിദഗ്ധർ ഇക്കാര്യത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നത് സംബന്ധിച്ച് ഒരു പ്രാഥമിക നിഗമനമെങ്കിലും ഇപ്പോഴുണ്ടോ? നമ്മൾ ചില ആളുകൾ, വിദഗ്ധരായ ചില ആളുകളുടെ പ്രതികരണം തേടിയപ്പോൾ, അവരോട് വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പറയുന്ന കാര്യം, എഞ്ചിൻ തകരാറായിരിക്കും ഇങ്ങനെയൊരു ദുരന്തത്തിലേക്ക് നയിച്ചിട്ടുണ്ടാവുക. ലോകത്ത് ഇന്ന് ലഭ്യമായ വിമാനങ്ങളിൽ, ഭൂഖണ്ഡാന്തര സർവീസൊക്കെ നടത്തുന്ന വിമാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സുരക്ഷയുള്ള വിമാനമാണ് ഇപ്പോൾ തകർന്നടിഞ്ഞ് വീണു പോയത്. അതുകൊണ്ട് എഞ്ചിൻ തകരാർ തന്നെയായിരിക്കും ഇങ്ങനെ ഒരു കുഴപ്പത്തിലേക്ക് നയിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. 11 വർഷം മാത്രം പഴക്കമുള്ള വിമാനമാണ് ഇപ്പോൾ കത്തി അമർന്നു പോയത്. നേരത്തെ ഇന്ന് തന്നെ രാവിലെ 11:30 ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് പോയ വിമാനമാണിത്. അതിനുശേഷമാണ് ഈ വീണ്ടും പറക്കുമ്പോഴാണ് അപകടം സംഭവിച്ചത്. എന്തായാലും പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് എഞ്ചിൻ തകരാറാണ്. എന്താണ് ഈ അപകടത്തിന് കാരണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വ്യോമയാന മന്ത്രാലയം ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യോമയാന മന്ത്രി അവിടെ എത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, നമുക്ക് മുന്നിലുള്ള 2 സാധ്യതകൾ, ഒന്ന് ബ്ലാക്ക് ബോക്സ് ആണ്, രണ്ടാമത്തത് വിമാനത്തിനുള്ളിൽ എന്ത് സംഭവിച്ചു എന്നറിയാൻ കഴിയുന്ന ഈ രമേശ് കുമാർ ബിശ്വാസും. എന്തായാലും വൈകാതെ 2-3 ദിവസത്തിനകം തന്നെ എന്താണ് സംഭവിച്ചതെന്നത് സംബന്ധിച്ച ശാസ്ത്രീയമായ ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് അത് പരസ്യമാക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം.